ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷു ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, മുന്നേ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? മക്കള് ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടായിരിക്കല്ലോ. കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ക്ലാസ്സുകൾ മറക്കാതെ തന്നെ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് എക്സാം വരിക? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉത്കൃതനം അഥവാ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് 2 ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ഒരു എക്സാം ഉണ്ടാവുക അല്ലെ. അതുകൊണ്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് പുസ്തകം ഫുൾ പഠിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ? മിസ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂട്ടുകാർക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലെ ഒരു സെക്ഷൻ എഴുതാനുണ്ടായിരിക്കും. കൃത്യമായിട്ട് നമ്മൾ ചെറിയ കൂട്ടുകാരാണ്, ചില മക്കളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പേരുകളൊക്കെ എഴുതി പഠിക്കുന്നേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ എക്സാം ആകുമ്പോഴേക്ക് എന്ത് ചെയ്യാം? തെറ്റാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും മക്കളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും എഴുതി പഠിക്കണം കേട്ടോ. ഇവിടെ കുട്ടിയുടെ പേര് എന്നുള്ളത് കൂട്ടുകാർ എന്ത് ചേർക്കണം? മക്കളുടെ പേര് തെറ്റാതെ എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്ന് തന്നെ ഇരുന്ന് വേഗം പേര് എഴുതാൻ പഠിച്ചോളൂ. പിന്നെയോ സ്കൂൾ എന്നുള്ളടത്ത് നമ്മുടെ സ്കൂളിന്റെ പേരില്ലേ മക്കളെ? തെറ്റാതെ എഴുതുക. അതുപോലെ ഡിവിഷൻ എന്നുള്ളടത്ത് മക്കളെ എ ക്ലാസ് ആണെങ്കിൽ എ എന്നും, ബി ക്ലാസ് ആണെങ്കിൽ ബി എന്നും, സി ക്ലാസ് ആണെങ്കിൽ സി എന്നുള്ളതൊക്കെ മക്കൾ എന്ത് ചെയ്യണം? തെറ്റാതെ എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളാണ്, അപ്പൊ എഴുതി പഠിക്കാനൊക്കെ കുറെ സമയം വേണ്ടി വരും. വേഗം തന്നെ പഠിക്കാട്ടോ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം മക്കളെ. എല്ലാവരും റെഡി അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമുക്ക് ഒന്നും തന്നെ എഴുതാനില്ല, വരച്ച് ചേർക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രവർത്തനത്തിന്റെ പേര് നോക്കിക്കേ മക്കളെ. തിന്നാം തിന്നാം. എന്താണ്? തിന്നാം തിന്നാം എന്നതാണ് അല്ലെ. ഇവിടെ മക്കൾ കണ്ടോ? ഈ സൈഡില് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള കുറെ കൂട്ടുകാരുടെ ചിത്രങ്ങളുണ്ട്. തൊട്ടടുത്തോ അവരോരോരുത്തരും കഴിക്കുന്ന ആഹാരങ്ങളും ഉണ്ട്. അപ്പൊ ഓരോ ജീവികളും ഏത് ആഹാരമാണ് കഴിക്കുക എന്ന് കണ്ടെത്തിയിട്ട് അതിലോട്ട് വരച്ചു ചേർക്കണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നമുക്ക് ആദ്യം ഏതൊക്കെ ജീവികളെയാ തന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആരാ മക്കളെ? നമ്മുടെ പൊന്മാനാണ് അല്ലെ. നമ്മുടെ കിങ് ഫിഷർ, മീൻ കൊത്തി എന്നൊക്കെ ചില നാടുകളിലൊക്കെ പറയില്ലേ. പൊന്മാനാണ്, കിങ് ഫിഷർ ആണ്. പിന്നെ അടുത്തത് ആരാ മക്കളെ? നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പക്ഷിയാണ് അല്ലെ. ആരാണ്? കോഴിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലെ. ഇനി അടുത്തത് ആരാണ് മക്കളെ? ആരാണ്? നമ്മുടെ പോളി പാരറ്റ് ആണോ അത്? നമ്മുടെ പോളി പാരറ്റ് അവിടെ ഉണ്ട് അല്ലെ. നമ്മുടെ തത്ത അവിടെ ഉണ്ട്. പിന്നെ ആരാണുള്ളത് മക്കളെ? നമ്മുടെ കുരുവി ഉണ്ട് അല്ലെ. നമ്മുടെ തേൻ കുരുവിയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കൂട്ടുകാരാണുള്ളത്. ഇനി അവിടെ തന്നിട്ടുള്ള ആഹാരങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താ തന്നത്? പൂവാണുള്ളത് അല്ലെ. പൂവിൽ എന്ത് ആഹാരമാണ് മക്കളെ ഒളിഞ്ഞിരിക്കുന്നത്? പൂവിൽ നിന്ന് എന്ത് കിട്ടും? നല്ല പൂന്തേൻ കിട്ടും. ആരാണ് പൂന്തേൻ കുടിക്കുക? ചിത്രത്തിൽ തന്നിട്ടുള്ള ആരാണ് കുടിക്കുക? വേഗം മനസ്സിൽ ഉത്തരം ഓർത്ത് വെക്കണേ. നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോ കൂട്ടുകാർ പെട്ടെന്ന് ആൻസർ വിളിച്ച് പറയണോ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ആരുടെ ചിത്രമാണ് മക്കളെ? മീനിന്റെ ചിത്രമാണ് തന്നത് അല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ആരാ മക്കളെ മീൻ കഴിക്കുന്നുള്ളത്? ഇവിടെ തന്നിട്ടുള്ളതിൽ ആരോ ഒരാൾ എന്ത് കഴിക്കും? മീൻ കഴിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ. ആരാണ്? പുഴു ഉണ്ട് അല്ലെ. കൂട്ടത്തിൽ പുഴുവൊക്കെ ഇങ്ങനെ കൊത്തിപ്പെറുക്കി കഴിക്കുന്നത് ആരാ മക്കളെ? നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ കാണുന്ന ആളാണ്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുള്ള പുഴുവിനെയും മറ്റു കുഞ്ഞു ജീവികളൊക്കെ ഇങ്ങനെ കൊത്തിപ്പെറുക്കി കഴിക്കുന്ന ഒരാളുണ്ട്. നമുക്ക് മുട്ടയൊക്കെ തരുന്ന ഒരാളാണ്. ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കല്ലോ. അടുത്ത നോക്കിക്കേ മക്കളെ. പഴമാണ് അല്ലെ. ആരാ മക്കളെ പഴം കഴിക്കാറുള്ളത്? ചില കൂട്ടുകാർ പോയിട്ട് കുറെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റാബിറ്റും എലഫന്റും ഒക്കെ പോയിട്ട് ഒരാൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഓർമ്മയില്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടില്ലായിരുന്ന മക്കളെ? കൂട്ടുകാർക്കായിട്ട് ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്
ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പറഞ്ഞു ആരുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്? ആ കിങ്ഫിഷർ അല്ലെ, പൊന്മാന്റെ അല്ലെങ്കിൽ മീൻ കൊത്തിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ആൾ എന്താ കഴിക്കുക? യെസ്, പറഞ്ഞ മക്കളെ, ആരെ കഴിക്കും? ഫിഷിനെ കഴിക്കും, മീനിനെ കഴിക്കും. അപ്പൊ അത് നമ്മള് അവിടോട്ട് വേണം മാച്ച് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ആരാ മക്കളെ? കോഴിയാണുള്ളത് അല്ലെ. കോഴി എന്താ കഴിക്കുക? കോഴി മുറ്റത്ത് നിന്നൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു പുഴുക്കളെ മറ്റും കൊത്തിത്തുന്നത് മക്കൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ കോഴി ആര് കഴിക്കും മക്കളെ? പുഴുക്കളെ കഴിക്കും. ഓക്കെ, ഇനി അടുത്തത് ആരാ മക്കളെ? നമ്മുടെ പോളി പാരറ്റ് ആണല്ലേ. പോളി പാരറ്റിന് കഴിക്കാൻ എന്താണ് ഇഷ്ടം? ഫ്രൂട്ട്സ് ഒക്കെ അവൾക്ക് ഇഷ്ടമാണല്ലേ. അപ്പൊ ബനാനയിലോട്ട് വേണം, പഴത്തിലോട്ട് വേണം അതിനെ വരച്ച് മാച്ച് ചെയ്യാനായിട്ട്. ഓക്കെ അല്ല മക്കളെ? ഇനി അടുത്തത് നോക്കിക്കേ, ആരാണ്? നമ്മുടെ കുരുവിയാണല്ലേ, നമ്മുടെ തേൻകുരുവി. അവൾ എന്താ കഴിക്കുക? പൂക്കളിലുള്ള തേൻ വന്ന് കുടിക്കൂലേ. അപ്പൊ നമുക്ക് തേൻകുരുവി എവിടോട്ട് വരയ്ക്കാം? നമ്മുടെ ഫസ്റ്റ് ചിത്രമായിട്ടുള്ള ഫ്ലവറിലോട്ട്, പൂക്കളിലോട്ട് വരയ്ക്കാം. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? കൂട്ടുകാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇത്ര ചെയ്താൽ കൂട്ടുകാർക്ക് എത്ര മാർക്ക് കിട്ടും മക്കളെ? 5 മാർക്ക് കിട്ടും. അപ്പൊ തെറ്റാതെ എന്ത് ചെയ്യുക, എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് മക്കള് മനസ്സിലാക്കി വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനിയും നമ്മൾ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ബാക്കി സബ്ജക്റ്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെല്ലാം മിസ് നമ്മുടെ ആപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കൃത്യമായിട്ട് എല്ലാ മക്കൾ കണ്ടുപോയാൽ നിങ്ങൾക്ക് എക്സാമിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ഇനി നോക്കിക്കേ, കണ്ടെത്തൂ, വട്ടം വരയ്ക്കൂ. അപ്പൊ ഇവിടെ ഒരാളുടെ പ്രത്യേകത തന്നിട്ടുണ്ട്. ആ പ്രത്യേകത വായിച്ച് കൂട്ടത്തിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? അയാളെ കണ്ടെത്തിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് മക്കളെ? വട്ടം വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ മിസ് പ്രത്യേകത വായിച്ചോട്ടെ. ചിത്രം ഓരോന്ന് നോക്കണേ, ഓരോരുത്തർക്കുള്ള പ്രത്യേകതയാണോ മിസ് വായിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ നോക്കിക്കേ മക്കളെ, നീണ്ട കഴുത്ത്. ഇതൊക്കെ കൂട്ടുകാർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒറ്റയ്ക്ക് വായിച്ച് ചെയ്യണോ കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യാ, കൃത്യമായിട്ട് ഓരോ അക്ഷരങ്ങളും ചിഹ്നങ്ങളും നോക്കി വായിച്ച് മനസ്സിലാക്കണേ. ഓക്കെ, നോക്കിക്കേ മക്കളെ, എന്താണ് ഫസ്റ്റ് വൺ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? നീണ്ട കഴുത്ത്. എന്താ വായിക്ക? നീണ്ട കഴുത്ത്. പിന്നെയോ നീണ്ട കാല്. പിന്നെയോ മീൻ തിന്നും. പിന്നെ എന്താ പറഞ്ഞത്? വെളുത്ത നിറം. നിറം ഏതാ മക്കളെ പറഞ്ഞത്? വെളുത്ത നിറം. അതാരാ മക്കളെ? ചിത്രത്തില് നീണ്ട കഴുത്തുള്ളത് ആരാണ്? ഇയാൾക്ക് നീണ്ട കഴുത്തുണ്ട്. ഇനി നീണ്ട കാലുള്ളത് ആരാണ്? ഇയാൾക്ക് നീണ്ട കാലുണ്ട്. ഇനി മീൻ തിന്നുന്ന ആരാണ് മക്കളെ? ഇയാളും മീൻ തിന്നും, ഇയാളും മീൻ തിന്നു അല്ലെ. കൊക്ക് മീൻ തിന്നില്ല മക്കളെ, ഇല്ലേ? നമ്മുടെ പൊന്മാൻ മീൻ തിന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി വെളുത്ത നിറം ആർക്കാ മക്കളെ? അത് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആരാ മക്കളെ ആൻസർ വരുന്നത്? ആരാണ്? യെസ്, നമ്മുടെ കൊക്കാണ് ഉത്തരം വരുന്നത്. ഏതാണ് മക്കളെ ഉത്തരം വരുന്നത്? കൊക്കാണ് ഉത്തരം വരുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പൊ നീണ്ട കഴുത്ത്, നീണ്ട കാല്, മീൻ തിന്നും, വെളുത്ത നിറം. ആരാണ് മക്കളെ? ആരാണ്? കൊക്കാണ്. ആരാണ്? കൊക്കാണ് അല്ലെ. ചിത്രത്തിന് വട്ടം വരയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, അതുപോലെ കണ്ടെത്തിയിട്ട് വട്ടം വരയ്ക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഇനി നോക്കിക്കേ, അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം മക്കളെ. പൂവിലെത്തുന്നവർ വരച്ചു ചേർക്കൂ. ഇവിടെ പൂവിന്റെ കൂട്ടുകാരെ കുറെ പേരെ ചുറ്റിലും തന്നിട്ടുണ്ട്. അതിൽ പൂവിന്റെ കൂട്ടുകാരെ മാത്രം കണ്ടെത്തിയിട്ട് പൂവിലേക്ക് ഇങ്ങനെ വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചതല്ലേ മക്കളെ, പൂവിന്റെ കൂട്ടുകാരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് മിസ് പേര് വായിക്കാം. അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് മാച്ച് ചെയ്യാം കേട്ടോ. ആദ്യത്തെ പേര് വായിച്ച മക്കളെ എന്താണ്? തേനീച്ച. എന്താണ്? തേനീച്ച. പിന്നെയോ താറാവ്, വണ്ട്, ഉറുമ്പ്, മൂങ്ങ, തേൻകുരുവി, പൂമ്പാറ്റ, കോഴി. ഇതിൽ ആരൊക്കെയാ മക്കളെ പൂവിലെത്തുന്ന ആളുകള്? തേൻ കുടിക്കാനും മറ്റുമായിട്ട് പൂവിലെത്തുന്നവരാരൊക്കെയാ? തേനീച്ച വരാറുണ്ടോ? യെസ്, തേനീച്ച വരാറുണ്ടല്ലോ. അപ്പൊ തേനീച്ചയെ നമുക്ക് എന്ത് ചെയ്യാം, പൂവിലോട്ട് വരച്ചു ചേർക്കാം. ഇനി താറാവ് വരാറുണ്ടോ മക്കളെ? പൂക്കളിലെ തേൻ നുകരാനോ മറ്റോ താറാവ് വരാറുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ താറാവിനെ വരച്ചു ചേർക്കണോ? വേണ്ട. ഇനി അടുത്തത് ആരാ മക്കളെ? നമ്മുടെ വണ്ടാണ്. വണ്ട് വരാറില്ലേ പൂക്കളിൽ? മക്കള് കാണാറില്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിനെ അതിലോട്ട് വരച്ചു ചേർക്കാം. ഇനി മക്കളെ, നമ്മുടെ പൂക്കളിലും അതുപോലെ തന്നെ ചെടികളിലൊക്കെ വന്ന് ഉറുമ്പുകൾ ഇരിക്കാറില്ല മക്കളെ?
അപ്പൊ ഉറുമ്പ് ആരുടെ കൂട്ടുകാരനാണ്? ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. പൂവിന്റെ കൂട്ടുകാരനാണ്, പൂവിലെത്തുന്ന ഒരാളാണ് അല്ലെ. നോക്കിക്കേ, മൂങ്ങയെ കാണാറുണ്ടോ മക്കളെ പൂക്കളില്? ഇല്ല അല്ലെ. ഇനി അടുത്തതോ, തേൻകുരുവി പൂക്കളിൽ വരാറുണ്ടോ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, തേൻകുരുവി ഇവിടെ വരും, പൂക്കളിൽ എത്താറുണ്ട്. ഇനി പൂമ്പാറ്റ വരാറുണ്ടോ മക്കളെ? പൂമ്പാറ്റയും വരാറുണ്ട് അല്ലെ, തേൻ കുടിക്കാനായിട്ട് വരാറുണ്ട്. അടുത്തത് നമ്മുടെ കോഴി വരാറുണ്ടോ മക്കളെ? ഇല്ല അല്ലെ. അപ്പൊ പൂക്കളിൽ എത്തുന്ന ആളുകൾ ആരൊക്കെ നമ്മൾ പറഞ്ഞു? തേനീച്ചയെ വരച്ചു, വണ്ടിനെ വരച്ചു, ഉറുമ്പിനെ വരച്ചു, തേൻകുരുവി വരച്ചു, പൂമ്പാറ്റ വരച്ചു. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പല കൂട്ടുകാർക്കും ഒരു സംശയം ഉണ്ടാവാറുണ്ട് ഉറുമ്പിന്റെ കാര്യം. ഓക്കെ, പൂമ്പാറ്റയോ തുമ്പിയോ തേനീച്ചയോ ഒക്കെ കണ്ട എല്ലാ കൂട്ടുകാരും പൂവിലോട്ട് മാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഉറുമ്പിന് വരുന്ന സമയത്ത്, ഉറുമ്പിനെയും വണ്ടിനെയൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പം ചില കൂട്ടുകാർക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇനി യാതൊരു കാര്യത്തിൽ സംശയിക്കുന്ന മക്കളെ, നമ്മുടെ വണ്ടും ഉറുമ്പും ഒക്കെ ആരുടെ കൂട്ടുകാരനാണ്? പൂവിന്റെ കൂട്ടുകാരനാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, മിസ് പേര് എഴുതിയിട്ടുണ്ട്. ആരൊക്കെയാണ്? ഉറുമ്പ്. ഈ പേര് വേണമെങ്കിൽ മക്കളൊന്ന് എഴുതി പഠിച്ചോട്ടോ. ഇപ്പൊ നമുക്ക് മാച്ച് ചെയ്യാനുള്ളൂ, ചിലപ്പോൾ നമുക്ക് പേരുകൾ എഴുതാനായിട്ടും ചോദിക്കാം. അപ്പൊ ആരൊക്കെയാ മക്കളെ? ഉറുമ്പ്, പിന്നെ ആരെയാണ്? തേൻകുരുവി, പിന്നെയോ വണ്ട്, അതുപോലെ പൂമ്പാറ്റ, പിന്നെ ആരാണ് മക്കളെ? തേനീച്ച. ഇനി വേണമെങ്കിൽ തുമ്പി എന്നുള്ളത് കൂടെ മക്കളൊന്ന് എഴുതി പഠിച്ചോട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം മക്കൾ എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.